നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പാദ്യം കൂട്ടണം. ഞാൻ പറയുന്ന 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ധനപരമായ ശീലങ്ങൾ പാലിക്കുകയും അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പാദ്യം കൂട്ടാനും സഹായിക്കും. ഇത് തന്നെയാണ് ധനപരമായ വിജയത്തിന്റെ അടിസ്ഥാനം. ധനശാസ്ത്രപരമായ ശീലങ്ങൾ പിന്തുടരുന്നതിലൂടെ ചെലവുകൾക്ക് നിയന്ത്രണം വെച്ച് ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നേടിയെടുക്കാൻ നിങ്ങളെ സഹായിക്കും. ധനപരമായ വിജയത്തിന് ശീലിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു 5 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സ്ഥിരമായും സമയബന്ധിതമായും തുടർച്ചയായും പണം സേവ് ചെയ്യുകയും നിക്ഷേപിക്കുകയും ചെയ്യുന്നത് വഴി ധനപരമായ ഉയർച്ചയ്ക്ക് നിങ്ങൾക്ക് സാധ്യതയേറുന്നുണ്ട്. നിക്ഷേപിക്കുമ്പോൾ പലിശയുടെ സഹായം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ പണം കുറച്ചുകൂടി അധികമാകും. അതായത് നമ്മൾ ഫിക്സഡ് ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഇൻട്രസ്റ്റ് കിട്ടി പണം ഇച്ചിരി കൂടത്തില്ലേ, അത് തന്നെ. അടുത്തത് വേഗത്തിൽ തുടങ്ങുക എന്നുള്ളതാണ്. വേഗത്തിൽ ആരംഭിക്കുന്നതിലൂടെ ധനപരമായ ആസൂത്രണവും വളർച്ചയും വേഗത്തിലാകാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. കൂടാതെ വിപണിയിലെ ഉയർച്ചയും താഴ്ചയും മറ്റ് അപ്രതീക്ഷിത ഭീഷണികളും നേരിടാനുള്ള സഹായകവുമാകും അത്. കുറഞ്ഞ പ്രയത്നത്തോടെ വലിയ ലക്ഷ്യങ്ങൾ നേടാനും ഇത് നിങ്ങളെ സഹായിക്കും. വിവാഹം, കുട്ടികൾ, വിരമിക്കൽ തുടങ്ങിയ ലക്ഷ്യങ്ങൾക്കായി നിങ്ങൾ നേരത്തെ ആസൂത്രണം ചെയ്ത് പണം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. വിപണി മനസ്സിലാക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. നിക്ഷേപ വിപണി എപ്പോഴും മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. അതിനാൽ തന്നെയും നിക്ഷേപം ശീലിക്കുമ്പോൾ തന്നെ തീരുമാനങ്ങൾ വേഗത്തിൽ എടുക്കാൻ സാധിക്കണം. ഇത് നഷ്ടങ്ങളും ലാഭങ്ങളും തിരിച്ചറിയാൻ സഹായിക്കുന്നുണ്ട്. നിക്ഷേപിക്കേണ്ട സമയവും മേഖലയും എന്താണെന്ന് തിരിച്ചറിയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പണം സേവ് ചെയ്യാൻ കുറച്ചുകൂടി സഹായിക്കും. അടുത്തത് കൃത്യമായ ലക്ഷ്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ലക്ഷ്യങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി ആസൂത്രണം ചെയ്യുന്നത് പണത്തെ കുറച്ചുകൂടി സേവ് ആക്കാൻ സഹായിക്കുന്നുണ്ട്. അതിലൂടെ ധനപരമായ ലക്ഷ്യങ്ങളെ എളുപ്പത്തിൽ നേടിയെടുക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് നിക്ഷേപ ലക്ഷ്യങ്ങൾ ക്രമീകരിച്ച് അവയെ നിരന്തരമായി പരിശോധിക്കുകയും വരുമാന വർധനവോടൊപ്പം നിക്ഷേപം വർദ്ധിപ്പിക്കുകയും ചെയ്യണം. നിങ്ങളുടെ നിക്ഷേപത്തിന്റെ പ്രകടനം നിരീക്ഷിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഗുണപരമാണെങ്കിൽ ഒരു വലിയ ലക്ഷ്യം നിങ്ങൾക്ക് നിശ്ചയിക്കാൻ സാധിക്കും. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് കടം ഒഴിവാക്കുക എന്നത്. അധികമായ കടം നിങ്ങളുടെ സമ്പത്ത് നശിപ്പിക്കുകയും തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്യും. അതിനാൽ തന്നെ ആവശ്യമുള്ളതും നിങ്ങൾക്കൊണ്ട് കഴിയുന്നതും മാത്രമായി കടമെടുക്കാൻ ശ്രമിക്കുക. വായ്പ തിരിച്ചടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നിങ്ങളെ ഒരു കടക്കാരനാക്കി മാറ്റും. അത് പണം നശിപ്പിക്കാനും നിങ്ങളുടെ കിട്ടുന്ന പണത്തെ സേവ് ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു വലിയ കടബാധ്യതയിലേക്ക് അത് നിങ്ങളെ കൊണ്ടുവന്നെത്തിക്കും. അതുകൊണ്ട് തന്നെ കടമില്ലാതാക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ പരീക്ഷിക്കുകയാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്കും ഒരു സമ്പന്നനാകാൻ സാധിക്കും. കോടീശ്വരനായില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഒരു ആവശ്യത്തിന് നിങ്ങളുടെ കയ്യിൽ നിന്നും പണം നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റും. മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈനീട്ടി മേടിക്കാതെ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും തന്നെ പണം എടുക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലതായി ചെയ്യാൻ പറ്റുന്നത്. അത് കൃത്യമായി ചെയ്യാൻ ഈ കുറച്ച് കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്ക്.